ഈ ഡെലിവറി സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞാൻ ഫോണിലൂടെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത് പറയുന്നോണ്ട്? അത് ഇവക്ക് ആക്ച്വലി വയറ് വീണപ്പോഴത്തേന് വയറ്റി അത് കല്ലിപ്പായിരുന്നു. ഞങ്ങള് കൊല്ലത്ത് പോയതാ. കൊല്ലത്ത് ഞങ്ങള് ബീച്ചിലായിട്ട് ബീച്ചിൽ പോയി. പോയതാ. ഇവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാ. ഡെലിവറിക്ക് മുമ്പ് ഡെലിവറിക്ക് ഈ അതിന് സമയം ഉണ്ടായിരുന്നു. അപ്പം അനാമിക അവിടെ ആണെങ്കിൽ പോയപ്പം പറയുമായിരുന്നു ഇങ്ങനെ വയറ്റി പിടിക്കുന്ന ഫോട്ടോസ് അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊല്ലത്ത്. ഉം. ഞാൻ അമ്മയെ മീറ്റിങ്ങിന് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ ബീച്ചിൽ ഞാനും അവളും അനാമികയും വർഷ അളിയനും ഉണ്ടായിരുന്നു. പോയപ്പോഴത്തേന് വേദന വന്ന് അളിയൻ അവിടുന്ന് ഏറ്റവും സ്പീഡിൽ വന്നേ. അളിയൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡെലിവറി ആയതിനു ശേഷം NICUവിലൊക്കെ ഇരുത്തിയതിന് ശേഷമാണ് നമുക്കിത് ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞ് കുഞ്ഞിനും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, കുഴപ്പമില്ല, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നേ നല്ലതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ കാണിക്കുന്ന ഹോളി ക്രോസിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലല്ല. അന്നേരം അവിടെ എന്താ മുതിർന്ന ആൾക്കാരുടെ കാർഡിയോളജിസ്റ്റാ, മെഷീനും എന്താ ഹാർട്ടിൻ്റെ എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ട്. അന്നേരം അവിടെ അതില്ല, നിങ്ങൾ ലൈഫ് ലൈനിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ നേഴ്സുമാർ അന്നേരം കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തന്നു വിടത്തില്ലല്ലോ. നേഴ്സുമാരും വന്ന് നമ്മൾ നേരെ അവിടെ അടുത്ത് തന്നെ അടൂര് തന്നെയാണ് ഈ ലൈഫ് ലൈനും. അവിടെ കൊണ്ടുപോയി കാണിച്ച് അന്നേരം ഇനി പറഞ്ഞ് എന്താ 6 ആഴ്ച ആകുമ്പോഴത്തേന് എക്കോ ഒന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞു.